പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു കഴിഞ്ഞില്ലേ? ഇല്ലല്ലേ, എന്തിനാ അതെന്തിനായിരുന്നു നിരോധിച്ചേ? പോപ്പുലർ ഫ്രണ്ടിനെ അവര് എന്താ ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലായിരിക്കും. അതിനെതിരെ വാദിക്കാൻ ഞാൻ പ്രവർത്തനമല്ല, PFIനെയും SDPIനെയും RSSനെയും BJPനെയും വർഗീയ കക്ഷികളെയൊക്കെ ഒരേപോലെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലാതെ ഒരു മാത്രം എതിർത്ത് ഒരു പക്ഷത്തിനെ അനുകൂലിക്കാൻ ചെയ്യുന്ന ഇരട്ടത്താപ്പ് ഞാൻ കാണിക്കാം. അതിൽ നോക്കി പറ, ഇങ്ങോട്ട് പറയണ്ട. അപ്പൊ VS അച്യുതാനന്ദൻ ഇരട്ടത്താപ്പാണോ സാറേ? VS അച്യുതാനന്ദൻ VS അച്യുതാനന്ദൻ PFI എതിർത്തു, RSSനെ അല്ല എതിർത്തത്. ഇരട്ടത്താപ്പാണോ എന്ന് പറയൂ സാർ. VS അച്യുതാനന്ദൻ മുരളീധരൻ തെമ്മാടികളെന്ന് RSSനെ വിളിച്ചു, PFIനെ വിളിച്ചില്ലാത്തത് കൊണ്ട് PFI തെമ്മാടികളല്ലാതാവോ? PFIയും തെമ്മാടികളാണ്, രണ്ടുപേരും വർഗീയവാദികളാണെന്ന് പറയാൻ താങ്കൾക്ക് എന്താ മടി? ഒരു മുഖ്യമന്ത്രി എന്താണ് വർഗീയവാദിയാണോ? എന്റെ പൊന്നു ചേട്ടാ, അടുത്ത ചോദ്യത്തിലേക്ക് നിങ്ങൾ പോവാ. ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടേ ഉത്തരം സ്പെസിഫിക് PFIയും കാസായും വർഗീയവാദികളാണ്. താങ്കൾക്ക് അങ്ങനെ പറയാനുള്ള ഗട്സ് ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. മറുപടി കേൾക്കാൻ ഗട്സ് ഇല്ലാത്ത നിങ്ങളോ? മറുപടി കേൾക്കാൻ ഗട്സ് ഇല്ലാത്ത നിങ്ങളോ? ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. താങ്കൾ ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് ഞാൻ ഉത്തരം പറയണം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയൂ. നിങ്ങൾ ചോദിച്ച മുമ്പത്തെ ചോദ്യത്തിലാണ് ഞാൻ ഇപ്പോഴും മറുപടി പറയുന്നത്. അന്നേരം അതിന്റെ ഇടയ്ക്ക് RSS വർഗീയവാദിയാണോ, നരേന്ദ്രമോദി വർഗീയവാദി, അതല്ലല്ലോ നമ്മുടെ ചോദ്യം ആദ്യത്തേത്. അതിലേക്ക് വരാം. ആ ചോദ്യം തീർത്തിട്ടേ വരത്തുള്ളൂ. നിങ്ങൾ ഉരുളാൻ നോക്കി UPയുടെ കാര്യത്തിൽ, നിങ്ങൾ ഉരുളാൻ നോക്കി ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ, നിങ്ങൾ ഉരുണ്ടു എന്തില് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ. ഇതിലെല്ലാം വാദങ്ങൾ ഞാൻ മറുപടി പറഞ്ഞു. നിങ്ങളെ ഞാൻ പറഞ്ഞു വാലെ ചവിട്ടി അവിടെ വെച്ചിട്ടേ ഞാൻ പറഞ്ഞു വിടത്തുള്ളൂ. ഇതിലും അങ്ങനെ ഉള്ളു ഷാഹുലെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് സ്പെസിഫിക് ടൈം ലിമിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു ഇന്നത്തെ ദിവസം. എന്നിട്ടും ഞാൻ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെ വാലെ ചവിട്ടി വെച്ചേക്കുക, നിങ്ങളുടെ വാലിനെ അവിടെ വെച്ചേക്കുക. അത് വേണം. ഞാൻ അതാണ് ചോദ്യം. അത് നിങ്ങളുടെ അനുവാദമൊന്നും എനിക്കത് വേണ്ട, ഞാനത് പിടിച്ചേ വിടുള്ളൂ. തീർച്ചയായിട്ടും. ചോദ്യം ഞാൻ പറഞ്ഞത്, നിങ്ങൾ അതിനെ തുലനം നോക്കുന്നത് നിങ്ങളുടെ ലോജിക്ക് എവിടെ പോയി നോക്കൂ. നിങ്ങളുടെ ലോജിക്ക് ശബരിമല പോയി, പമ്പ കടന്ന് ശബരിമല പോയി. നിങ്ങളുടെ ലോജിക്ക് എന്താ? മുരളീധരൻ KPCCയുടെ സെക്രട്ടറി ആയിരുന്നോ പ്രസിഡന്റ് ആയിരുന്നോ പറഞ്ഞിട്ട് എന്താ പവർ? ആ റോളിന്റെ പവർ എന്താ? സാറെ തെമ്മാടി എന്ന് നിങ്ങൾക്ക് ആരെ വിളിക്കാം? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തീവ്ര ഇസ്ലാമിക വൽക്കരണത്തിനുള്ള അജണ്ട എന്ന് പറയുന്നതും തെമ്മാടി എന്ന് പറയുന്നതും ഒരേപോലെയാണെന്ന് നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ CPM-കാര് ഗുണ്ടകളും തെമ്മാടികളുമാണെന്ന് പറഞ്ഞിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുണ്ടോ ഇല്ലയോ? SFI-കാർ തെമ്മാടികളാണ് എന്ന് പറഞ്ഞിരിക്കുന്ന BJP നേതാക്കന്മാർ ഉണ്ടോ ഇല്ലയോ? അത് നിങ്ങളുടെ ഗോസ്പലാണോ? നിങ്ങളുടെ ഗോസ്പലാണോ? ഞാൻ ചോദിക്കാം, സന്ദീപ് വചസ്പതിയോ രാജീവ് ചന്ദ്രശേഖരോ അല്ലെങ്കിൽ B ഗോപാലകൃഷ്ണനോ പറയുകയാണ് RSS ഈ SFI-കാര് ഗുണ്ടകളാണ് എന്ന് പറഞ്ഞത് കരുതിക്കോ? ഗോസ്പലാണ് നിങ്ങളുടെ അതാണ് നിങ്ങൾ ഇനി അടുത്ത ചർച്ചയിൽ പറയാൻ പോകുന്നത്. സന്ദീപ് വചസ്പതി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾ പറയുമോ? ഇല്ല, പറയത്തില്ല. പിന്നെ എന്താ മുരളീധരൻ എന്തുവാ? മുരളീധരൻ എന്താ കൊമ്പുണ്ടോ? മുരളീധരൻ ആരാ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നോ? ഞാൻ പറഞ്ഞത് അച്യുതാനന്ദൻ കേരളത്തിന്റെ എന്റെ പൊന്നെ മിണ്ടാതിരിക്കൂ. അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഇന്റലിജൻസിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു കക്ഷിയെ നിങ്ങൾ KPCCയുടെ സെക്രട്ടറിയും പ്രസിഡന്റുമായിട്ടാണോ കമ്പയർ ചെയ്യുന്നത്? നിങ്ങളുടെ ലോജിക്ക് ഇവിടെ പോയി സാറേ. പമ്പയില് പോയി, ശബരിമലയിൽ പോയി. ലോജിക്ക് ഞാൻ അതിന് മറ്റൊരു മറുപടി പറഞ്ഞു. പറഞ്ഞിട്ടുണ്ട് അത് തെമ്മാടി. അതല്ലോ ഞാൻ ചോദിച്ചാൽ സന്ദീപ് വചസ്പതി എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? അടുത്ത ചർച്ച പോയിട്ട് നിങ്ങൾ അതാണോ പറയുക? അല്ല, അപ്പൊ നിങ്ങൾ അതെങ്ങനെയാ നയനാരും സഞ്ജീവ് വചസ്പതിയും തമ്മിൽ എങ്ങനെയാ? അല്ല, ഞാൻ പറഞ്ഞ മുരളീധരനും VS ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെ സന്ദീപ് വചസ്പതിയുമായിട്ട് കമ്പയർ ചെയ്യാം? രാഹുൽ തെമ്മാടിയാണെന്ന് ഞാനോ ശ്രീജിത്ത് തെമ്മാടിയാണെന്ന് ഷാഹുലോ പറഞ്ഞാൽ അത് നമ്മുടെ ഒപ്പീനിയൻ ആണ് സാറേ. പക്ഷേ അതുപോലെ VS-ന്റെ ഒപ്പീനിയൻ ആണത്. VS-ന്റെ ഒപ്പീനിയൻ അല്ല. ഇന്ത്യയെ കേരളത്തിനെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള ഒരു അജണ്ട ഒരാൾക്കുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ അക്കൗണ്ടബിലിറ്റി ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. തെമ്മാടി എന്നുള്ള നിങ്ങളുടെ ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല. കേരളത്തിനെ നിങ്ങൾ ഇതിനെ PFI ന്യായീകരിക്കുന്നത് നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. നിങ്ങളുടെ കാപ്പട മുഖമാണ് ഈ ചർച്ചയിൽ തെളിവാകുന്നത്. നിങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ PFIയും RSS-ഉം കാസയും വർഗീയവാദികളാണെന്ന് പറയുമ്പോൾ താങ്കളോട് ഞാൻ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു, താങ്കൾക്ക് അതിനുള്ള ഗട്സ് ഉണ്ടോ? RSS വർഗീയവാദികളെന്ന് പറയാനുള്ള ഗട്സ് ഉണ്ടോ? എന്റെ ചോദ്യത്തിന് നിങ്ങൾക്ക് മുരളീധരനെ കൊണ്ടുവരാനല്ലാതെ തുല്യമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് VS അച്യുതാനന്ദൻ പറഞ്ഞത്, അതായത് ഇവിടെ ഹൈന്ദവവൽക്കരിക്കാനായിട്ട് ഒരു വ്യക്തി പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി പറ്റുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണത്. നിയമസഭയിൽ പറഞ്ഞതാണ്. ഞാൻ അംഗീകരിച്ചു. ഞാൻ പറയട്ടെ, സഭാ റെക്കോർഡാണ്. സഭാ റെക്കോർഡ് ഇല്ലില്ല, സഭാ റെക്കോർഡ് താങ്കൾ സംസാരിച്ച് കഴിയില്ലേ? സഭാ റെക്കോർഡ്. അപ്പൊ KPCC സർക്കുലർ ഇറക്കി നിങ്ങൾ പറയുമോ?